എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉണ്ണിയപ്പമാണ്. ഉണ്ണിയപ്പത്തിനായിട്ട് ആദ്യം ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ചെറിയ ചെറിയ പണികൾ നമുക്ക് ആദ്യം തീർക്കാം. തേങ്ങാക്കൊത്തും എള്ളും ഇത് രണ്ടും നെയ്യിൽ വറുത്തെടുക്കണം. ഇതൊരു 5 അച്ച് വെല്ലമുണ്ട്. ആ വെല്ലം നന്നായിട്ട് 2 ഗ്ലാസ് വെള്ളത്തിൽ 2-2.5 ഗ്ലാസ് വെള്ളത്തിൽ നന്നായിട്ട് ഉരുക്കിയെടുക്കണം. ഇത് രണ്ടും കഴിച്ചിട്ട് നമുക്ക് അടുത്തത് ചെയ്യാം. ചട്ടി ചൂടായി അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ നെയ്യ് ഒഴിക്കുകയാണ്. 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു. ഒരല്പം വെളിച്ചെണ്ണയും കൂടി ഞാൻ ഒഴിക്കുകയാണ്. ചൂടായ എണ്ണയിലേക്ക് തേങ്ങ കൊത്തിടുന്നു. തേങ്ങ ഏകദേശം മൂക്കാനായി കഴിഞ്ഞു. ഇത് നല്ല ചുവന്ന നിറമായി വരുന്നുണ്ട്. അങ്ങനെ നിറം മാറിയാൽ മതിയാവും. ഇനി ഇത് നമുക്ക് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് ഞാൻ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എള്ള് ചേർക്കുകയാണ്. ഇനി ഇത് നമുക്ക് ഒന്ന് തണുക്കാൻ വയ്ക്കാം. നമ്മുടെ തേങ്ങ മൂത്ത് കഴിഞ്ഞു, ശർക്കരയും ഉരുക്കി വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തതിലേക്ക് കടക്കാം. ഞാനിവിടെ നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതിനുള്ള പൊടികൾ എടുത്തു വെച്ചിട്ടുണ്ട്. 1.5 കപ്പ് അരിപ്പൊടി, ഇതാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന കപ്പ്. ഈ കപ്പിനാണ് അളന്നിരിക്കുന്നത്. 1.5 കപ്പ് അരിപ്പൊടി, ഇതേ കപ്പിന് ഒരു കപ്പ് ഗോതമ്പ് പൊടി, 3 ടേബിൾ സ്പൂൺ റവ, പിന്നെ ഇത് ചക്ക വരട്ടിയതാണ്. അത് 1 കപ്പ്, ഈ കപ്പിന് തന്നെ 1 കപ്പ് ചക്ക വരട്ടിയതാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. അങ്ങനെ നമ്മുടെ പൊടിയും ചക്കയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഈ ചക്ക എന്ന് പറയുന്നത് ഓപ്ഷനിലാണ്. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച തേങ്ങയും ശർക്കര പാനിയും ചേർക്കണം. ഇതിലേക്ക് നമുക്ക് ശർക്കരപ്പാനി ചേർക്കാം. ശർക്കരപ്പാനി എന്ന് പറയുന്നത് നല്ല ചൂട് ശർക്കരപ്പാനിയാണ്. ചൂടായിട്ട് തന്നെ മാവിലേക്ക് നമ്മൾ ഒഴിച്ച് മിക്സ് ചെയ്യണം. ഇത് കുറച്ച് ഏലക്ക പൊടിച്ചതാണ്. ആ ഏലക്ക പൊടിച്ചതും കൂടി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നു. ഇപ്പം 4 അച്ച് ഉരുക്കിയ വെള്ളവും നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കഴിഞ്ഞു. വരട്ടുമ്പോൾ അതിനകത്ത് പഞ്ചസാര ചേർത്താണല്ലോ വരട്ടുന്നത്, അതുകൊണ്ട് നല്ല മധുരം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇത്ര വെല്ലം മതിയാവും ഇതിന്. അപ്പോൾ നമ്മുടെ മിക്സ് റെഡിയായി കഴിഞ്ഞു. ഇനി ഈ മിക്സ് നമ്മളൊരു 3 മണിക്കൂർ നേരത്തേക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം നമുക്കിത് ചുടാൻ തുടങ്ങാം. അപ്പോൾ 3 മണിക്കൂർ കഴിഞ്ഞ് എടുക്കുമ്പോൾ നമുക്ക് മാവ് കുറച്ചുകൂടി ചിലപ്പോൾ സെറ്റായിട്ടുണ്ടാവും, കട്ടിയായിട്ടുണ്ടാവും. അപ്പം നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് അത് ലൂസാക്കി കൊടുക്കണം. എന്നിട്ട് വേണം ചുടാൻ. 3 മണിക്കൂർ സമയം കഴിഞ്ഞിരിക്കുകയാണ്. 3 മണിക്കൂർ സമയം കഴിഞ്ഞപ്പോഴേ നമ്മുടെ ബാറ്റർ ഇത്ര കട്ടിയായിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ലൂസാക്കി എടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിക്കണം. കുറച്ചുകൂടി വെള്ളം ഒഴിക്കാം. ഏകദേശം ഞാൻ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കഴിഞ്ഞു. ഈ പാകത്തിന് ഇങ്ങനെയാണ്, ഈ പാകത്തിനാണ് വേണ്ടത്. ഇനി നമുക്ക് ഇത് ഈ ഗ്ലാസ്സിലേക്ക് ഞാൻ ഒഴിച്ചിട്ട് ഈ ഗ്ലാസ്സിൽ നിന്നാണ് ഉണ്ണിയപ്പ പാത്രത്തിലേക്ക് ഒഴിക്കുന്നത്. നമുക്ക് ഇത് ചൂടാൻ തുടങ്ങാം. ഇനി നമ്മുടെ ഉണ്ണിയപ്പ പാത്രം ഞാൻ അടുപ്പിൽ വെച്ചു, ചെറിയ ചൂടിലുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. എണ്ണ ചൂടായിരിക്കുകയാണ്. ഞാൻ തീ കുറച്ച് വെച്ചിരിക്കുകയാണ്. ഇതിലേക്ക് ഇനി നമുക്ക് കുറേശ്ശെ ഒഴിക്കാം. നിറച്ചൊഴിക്കണ്ട. തീ കുറച്ച് വയ്ക്കുക. കുറഞ്ഞ തീയിൽ വെന്ത് കിട്ടണം. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് നോക്കാം. ഇത് നമ്മൾ ആദ്യം കോരി ഒഴിച്ച മാവാണ്. അത് ആദ്യം കോരി എടുക്കണം. അത് പാകമായിട്ടുണ്ട്. ഇത് നമുക്ക് ഗണപതിക്ക് വയ്ക്കാം. നമ്മൾ ആദ്യം ഉണ്ടാക്കുമ്പോൾ ആദ്യം ഗണപതിക്ക് വെച്ചിട്ടാണ് ചെയ്യാറുള്ളത്. ഇനി അധികം കരിയുന്നതിന് മുൻപ്, അതായത് ഈ നിറത്തിലെടുക്കണം, അതാണ് നല്ലത്. ഇത് നമുക്ക് കോരിയെടുക്കാം. ഇനി ഇതുപോലെ നമുക്ക് എല്ലാ മാവും ഇതുപോലെ കോരി വെച്ച് ഉണ്ടാക്കാം. അങ്ങനെ ചക്ക വരട്ടിയത് ചേർത്തുണ്ടാക്കിയ നമ്മുടെ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. നോക്കിക്കേ, വളരെ സ്മൂത്താണ്, നല്ല സ്പോഞ്ച് പോലെയുണ്ട്. കണ്ടില്ലേ? ഞാൻ വേണ്ടതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. ഇതാ നോക്കിക്കേ, കണ്ടില്ലേ? നല്ല സ്മൂത്താണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. You can do. Thank you.